മുളച്ച് വളർന്ന് മരമാകുന്നത് വരെ അറിയില്ല. പക്ഷെ മരം വീഴുമ്പോൾ വലിയ ഒച്ച കേൾക്കും. കാരണം ഈ വേടൻ്റെ കാര്യത്തിലൊക്കെ അതാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം ഇദ്ദേഹം വളർന്ന് വലുതായത് ആരും അറിഞ്ഞില്ല. പെട്ടെന്ന് വളർന്ന് വലിയ മരമായി. വീണ് കഴിഞ്ഞപ്പോൾ വലിയ ഒച്ചയോടുകൂടി വീണു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇവർ പഠിച്ചിരിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ നിങ്ങൾ 3 പേര് പറഞ്ഞ സംവിധായകരാണെങ്കിലും ഞാൻ പറഞ്ഞ ഒരു സംവിധായകനായാലും ഒരു നടനായാലും അവരോടൊക്കെ എല്ലാം ഈ സമൂഹത്തിനോട് ഉത്തരവാദിത്വമുണ്ട് ഇല്ലേ? അത് ഞാൻ പിന്നെ കഞ്ചാവ് വലിച്ച് സിനിമ ഡയറക്ഷനായിട്ട് പോയി ഇരുന്നിട്ട് കാരവനിൽ കഞ്ചാവിൻ്റെ കഥയെന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുത്തൊരു കാര്യമുണ്ടോ? ഫെഫ്കയും മറ്റവരൊക്കെ അടങ്ങിയിരുന്നൊരു കാര്യമില്ലല്ലോ. ഒരാൾ അടങ്ങിയിരുന്ന കാര്യമില്ല. അപ്പം ഇവർ തന്നെയാണ് ഇത് മാതൃക കാട്ടിക്കൊടുക്കേണ്ടത്. ഒരു ഡയറക്ടറല്ലേ ആ സിനിമേൻ്റെ എല്ലാം. ആ ഡയറക്ടർ മാതൃക കാട്ടി കൊടുക്കാതെ കഞ്ചാവ് വലിക്കുന്ന സംവിധായകൻ പോയിട്ട് MDMA വലിക്കുന്നവരോട് നീ കഴിക്കേണ്ടെന്ന് പറയാൻ പറ്റുമോ? എന്നാൽ നീ ഇത് കഴിച്ചോ അത് വലിക്കേണ്ടെന്ന് പറയാൻ പറ്റുക? അങ്ങനെയൊന്നും പറ്റില്ല. ഇവർ ചെയ്തത് ശരിയെന്നൊന്നല്ല, അവർ അത് ചെയ്യാനും ഉപയോഗിക്കാനും പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇവർക്ക് ഈ സമൂഹത്തിനോട് ഈ വേടൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ നടന്മാരുടെ കാര്യത്തിൻ്റെ അകത്താണെങ്കിലും ഈ പറഞ്ഞ സംവിധായകർ ഇവർക്ക് ഈ സമൂഹത്തിനോട് ഉത്തരവാദിത്വമുണ്ട്. ആ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം നടത്തിക്കൊണ്ട് പോകേണ്ട ഇവർ തന്നെയാണ്. പക്ഷേ ഇത് ഇനി ഇപ്പം ഞാൻ പറയാം, 1.5 ഗ്രാം കഞ്ചാവ് കിട്ടിയിട്ടുണ്ടാവും, അവനെ ഒരു 5 പ്രാവശ്യം വിളിച്ചു വരുത്തും. എന്നിട്ട് അവരെ വേട്ടയാടി ലോകത്ത് അവന് പിന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കും. അതോടുകൂടി അവൻ്റെ ലൈഫും ജീവിതം കൊണ്ട് പിന്നെ അവൻ ഇപ്പോൾ കഞ്ചാവാണ് ഉപയോഗിക്കുന്നത്, വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുന്ന അവസ്ഥയിലേക്ക് മാറും. അങ്ങനെ ഈ ഉദ്യോഗസ്ഥന്മാരാക്കി തീർക്കും. ആ അവസ്ഥയിലേക്ക് ആക്കി തീർക്കാതെ അവരെ എങ്ങനെ നേർവഴിക്ക് നടത്തിക്കൊണ്ട് പോകാം എന്നുള്ളത് കൂടെ ആലോചിച്ചില്ലെങ്കിൽ അത് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.